ജസ്റ്റ് മിസ്സിനാണ് സെത്ത് റോളിൻസിന്റെ കയ്യിൽ നിന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ റോ എപ്പിസോഡിൽ സെത്ത് റോളിൻസ് വേഴ്സസ് ജെയോസോ തമ്മിലുള്ള ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. മാച്ച് നല്ല കിടിലൻ മാച്ച് തന്നെയായിരുന്നു. സെത്ത് റോളിൻസ് വിജയിച്ചു എന്നുള്ളത് അവസാന നിമിഷം വരെയും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ടേൺ ബക്കിളിന്റെ മുകളിൽ നിന്നും ഒരു സൂപ്പർ പ്ലക്സ് ചെയ്തു, സ്റ്റോംപ് ചെയ്തു, എന്നിട്ടും ജെയോസോ തോറ്റില്ല. പിന്നീട് ബ്രോൺ ബ്രേക്കർ വെച്ച് ചതിയിലൂടെ വിജയിക്കാൻ വേണ്ടി റോളിൻസ് ശ്രമിച്ചപ്പോൾ സാമി സെയിൻ വന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കറെ അറ്റാക്ക് ചെയ്തു. ബ്രോൺ ബ്രേക്കർ സാമിയെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. പോൾ ഹേമൻ ഇന്റർഫിയർ ചെയ്ത അവസരം നോക്കിയെടുത്ത് ബ്രോൺ ബ്രേക്കർ ജെയോസോയെ അറ്റാക്ക് ചെയ്തു. അതിലൂടെ റോളിൻസ് വിജയിക്കുമെന്ന് ഉറപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ CM പങ്ക് ഒരു ചെയറുമായി വന്നു. ബ്രോൺ ബ്രേക്കറെ അടിച്ച് തരിപ്പണമാക്കി, സെത്ത് റോളിൻസിനെ അടിച്ച് തവിടുപൊടിയാക്കി. അങ്ങനെ സെത്ത് റോളിൻസിന്റെ കയ്യിൽ നിന്നും തൊട്ടടുത്ത് നിന്നും ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുകയുണ്ടായി. CM പങ്ക് വന്നില്ലായിരുന്നുവെങ്കിൽ സെത്ത് റോളിൻസ് ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ വേൾഡ് ചാമ്പ്യനായി മാറിയേനെ. എന്തായാലും അടുത്ത വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളിൻസ് തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ.